ആരും വന്നില്ല, വിമാനത്താവളത്തിൽ അലഞ്ഞു തിരിഞ്ഞ് പിണറായി വിജയൻ. ജനാധിപത്യത്തിന് ഒരു സ്വഭാവമുണ്ട്. അധികാരം കിട്ടുമ്പോൾ ആളുണ്ട്, ആരവമുണ്ട്, എല്ലാമുണ്ട് ചുറ്റും. പക്ഷേ അധികാരം ഇല്ലാതായാൽ നാട്ടിൻപുറത്തെ പച്ച ഭാഷയിൽ പറഞ്ഞാൽ പട്ടി വില പോലും ഇല്ല. അതാണ് ജനാധിപത്യത്തിന്റെ ഒരു സ്വഭാവം. അധികാരമുള്ളപ്പോൾ എല്ലാവരും അടുത്തുകൂടും, അധികാരമില്ലാതാകുമ്പോൾ ഇയാൾ ഒറ്റയ്ക്കാകും. ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യവും അതാണ്. പിണറായി വിജയന് ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം ഇന്ന് ഡൽഹിയിലായിരുന്നു. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനാണ് ഡൽഹിയിലേക്ക് പോയത്. പ്രതിപക്ഷ നേതാവായിരിക്കെ ആദ്യമായിട്ടാണ് അദ്ദേഹം ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് വരേണ്ടിരുന്ന പിണറായി വിജയന്റെ ഫ്ലൈറ്റ് 2:50 അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നിന്നും നേരത്തെ തന്നെ ഇറങ്ങി. കൃത്യമായി പറഞ്ഞാൽ 12:30 പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നിന്നും അദ്ദേഹം ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ കേരള ഹൗസിലേക്കാണ് അദ്ദേഹം വന്നത്. കേരള ഹൗസിൽ 1:30 അദ്ദേഹം എത്തി. അവിടെ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് 2:05 വിമാനത്താവളത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള 2:50 ഇൻഡിഗോ വിമാനത്തിൽ കയറുക എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ വിമാനം കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് കിട്ടിയില്ല? അദ്ദേഹം 2:05 വിമാനത്താവളത്തിൽ എത്തിയല്ലോ. 2:50 അവിടെ നിന്നും ഡൽഹിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ്. അദ്ദേഹം കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് എന്ന പദവിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ക്യാബിനറ്റ് റാങ്കുമുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കെ കേരള ഹൗസിൽ എത്തുമ്പോൾ ഒരു പ്രോട്ടോകോൾ ഓഫീസറുണ്ട് കേരള ഹൗസിൽ. ആ പ്രോട്ടോകോൾ ഓഫീസറാണ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ വരെ കൊണ്ടുവിടുന്നത്. അവിടെ വെച്ച് പിന്നീട് ആശയവിനിമയം നടത്തി ഇൻഡിഗോ വിമാനത്തിലെ അധികൃതർ വന്ന് മുഖ്യമന്ത്രിയെ കൂട്ടിക്കൊണ്ടുപോവുക. ഇതാണ് പതിവ്. അതുപോലെ തന്നെ ഇന്നും കേരള ഹൗസിൽ നിന്ന് അദ്ദേഹത്തെ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ അനുഗമിച്ചു. ഇൻഡിഗോ വിമാനത്തിൻ്റെ സമയത്ത് തന്നെ, അതിനു മുൻപ് തന്നെ അവിടെ കൃത്യമായി എത്തി. എന്നാൽ പഴയതുപോലെ ഇൻഡിഗോ വിമാന അധികൃതരെ പ്രോട്ടോകോൾ ഓഫീസർ വിളിച്ചു. ഇതാ പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നു, 2:50 വിമാനത്തിൽ കോഴിക്കോട്ട് അദ്ദേഹത്തിന് എത്തേണ്ടതാണ്. ഇപ്പോൾ സമയം 2:05 ഉടനടി വന്ന് പിണറായി വിജയനെ കൂട്ടിക്കൊണ്ട് പോവുക എന്ന് പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ ഇൻഡിഗോ ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചു, പഴയതുപോലെ തന്നെ. പക്ഷേ ഇൻഡിഗോ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വന്ന് പഴയതുപോലെ പിണറായി വിജയനെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറായില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നും അറിയാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ, ഫൈനൽ കോൾ, അതായത് അവസാനത്തെ ഒരു വിളിയുണ്ട്. ഈ വിമാനം പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഒരു അനൗൺസ്മെന്റ്, അതാണ് ഫൈനൽ കോൾ. അതിനു മുൻപ് നമ്മൾ അവിടെ എത്തിയിരിക്കണം. അപ്പോൾ ആ ഫൈനൽ കോളിന് മുൻപ് തന്നെ പിണറായി വിജയൻ ഇവിടെ എത്തി. പക്ഷെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനോ ഈ വിമാനത്തിൽ എത്തിക്കാനോ ആരും തന്നെ വന്നില്ല. മാത്രമല്ല, പിണറായി വിജയൻ അവിടേക്ക് വിമാനത്താവളത്തിന് അകത്ത് കയറുന്നതിന് മുൻപ് തന്നെ ഈ ഇൻഡിഗോ അധികൃതർ ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് വിമാനത്തിലേക്ക് എത്താനുള്ള എല്ലാ മാർഗവും അടയുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ ഇൻഡിഗോ വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല. അതായത് 2:50 ഡൽഹിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകേണ്ട വിമാനത്തിൽ അദ്ദേഹത്തിന് പിണറായി വിജയന് കയറാൻ കഴിഞ്ഞില്ല. അതിന് കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. പ്രോട്ടോകോൾ ഓഫീസർ പറയുന്നത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലെ പിഴവുകളും ഉണ്ടായിട്ടില്ല. പിണറായി വിജയൻ അവിടെ കറക്റ്റ് സമയത്തിന് എത്തിച്ചു. 2:50 വിമാനത്തിന് 2:05 തന്നെ വിമാനത്താവളത്തിൽ പിണറായി വിജയനെ എത്തിച്ചു. പിന്നീട് ഇൻഡിഗോ അധികൃതരെ അറിയിച്ചു. അവർ കാണിച്ച ഒരു നിസ്സംഗത മൂലമാണ് ഈ വിമാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ കാരണമെന്നാണ് പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തുകൊണ്ട് ഇൻഡിഗോ കമ്പനി അങ്ങനെ നിലപാടെടുത്തു എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. പിന്നീട് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് 7:15 വൈകിട്ട് 7:15 ഒരു കണ്ണൂർ ഫ്ലൈറ്റ് ഉണ്ട്. അതിൽ വിമാനം കിട്ടുമോ എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇല്ല എങ്കിൽ അദ്ദേഹം അവിടെ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. ഡൽഹിയിൽ തന്നെ
അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കേരള ഹൗസിൽ വന്ന് വീണ്ടും അവിടെ അട്ടിപ്പേറ് കിടക്കുക. ഇനി നാളെ ഏതെങ്കിലും വിമാനമുണ്ടെങ്കിൽ അതിൽ കയറി വരിക എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പഴയതുപോലുള്ള പ്രൗഢിയും പ്രതാപവും ഒന്നും ഇപ്പോൾ ഇല്ല എന്ന് വേണമെങ്കിൽ കരുതാം. മറ്റേതാണെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഓടിയെത്തേണ്ടതാണ്. വിമാനത്താവള ഈ പറയുന്ന ഏത് എയർലൈൻസ് ആണോ അതിൻ്റെ അധികൃതർ ഉടൻ തന്നെ എത്തി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ പഴയ പ്രൗഢിയും പ്രതാപവും ഒന്നുമില്ല. അവർക്കറിയില്ലല്ലോ ഇത് പ്രതിപക്ഷ നേതാവാണ്, ക്യാബിനറ്റ് റാങ്കാണ്, ഇതൊന്നും അവർക്കറിയില്ല. അവര് അക്കാര്യത്തെ അത്ര ഗൗരവം കൊടുത്തില്ല, കാരണം മുഖ്യമന്ത്രി അല്ലല്ലോ. അപ്പോൾ അത് കാരണമായിരിക്കാം എന്താണ് അവരുടെ അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് അവർ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം, ഇൻഡിഗോ അധികൃതർ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം എന്നതിനെ സംബന്ധിച്ചൊന്നും നമുക്ക് വ്യക്തതയില്ല. എന്ത് തന്നെയാലും അവരെടുത്ത നിലപാട് ഇതാണ്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറായില്ല. പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടും അവർ വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി 7:15 ഫ്ലൈറ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. കാരണം ഈ 2:50 ഈ ഫ്ലൈറ്റ്. ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഏതാണ്ട് 2-3-4 മണിക്കൂർ കൊണ്ട്, ഒരു 4 മണിക്കൂറിനകം തന്നെ വിമാന ടിക്കറ്റ് സംഘടിപ്പിച്ചെടുക്കുക എന്നൊക്കെയുള്ളത് അപ്രായോഗികമായ നടപടിയാണ്. എങ്കിലും ഇതൊരു VIP എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ 7:15 ഫ്ലൈറ്റിന് അദ്ദേഹത്തിന് കയറാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. അങ്ങനെ ആ ഫ്ലൈറ്റിനും കിട്ടിയില്ല എങ്കിൽ, ആ ഫ്ലൈറ്റിനും അദ്ദേഹത്തിന് കയറാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം വീണ്ടും കേരള ഹൗസിലേക്ക് പോവുക എന്നത് മാത്രമേ നിവൃത്തിയുള്ളൂ. അവിടെ പോയിട്ട് ഈ രാത്രി കഴിഞ്ഞുകൂടുക, നാളെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിമാനത്തിൽ ഒഴിവുണ്ടെങ്കിൽ അതിൽ കയറി വരിക. ഇനി നാളെയും ഒഴിവില്ല എങ്കിൽ വീണ്ടും കേരള ഹൗസിൽ കഴിയുക. മറ്റന്നാൾ എന്തെങ്കിലും വിമാനത്തിൽ ഒഴിവുണ്ടെങ്കിൽ അതിൽ കയറി വരിക. ഇങ്ങനെയൊക്കെയുള്ള അനന്തമായിട്ടുള്ള സാധ്യതകൾ മാത്രമേ പിണറായി വിജയന് ഉള്ളൂ. ഏതായാലും അദ്ദേഹം ഇന്ന് ഒരു അനാഥനായി വേണമെങ്കിൽ പറയാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. പഴയ പ്രൗഢിയും പ്രതാപവും ഒന്നും ഇല്ലല്ലോ. ഒരു മുഖ്യമന്ത്രിക്കുള്ള പ്രൗഢിയും പ്രതാപവും ഒന്നും ഒരു പ്രതിപക്ഷ നേതാവിനില്ലല്ലോ. അതുകൊണ്ട് പഴയ പ്രൗഢിയും പ്രതാപവും ഒന്നും ഇല്ലാതെയാണ് അദ്ദേഹം അവിടെ എത്തിയതും അദ്ദേഹത്തോട് അത്തരത്തിലാണ് ഇൻഡിഗോ അധികൃതർ പെരുമാറിയതും. മുഖ്യമന്ത്രി ആയതുകൊണ്ട് പണ്ടൊക്കെയാണെങ്കിൽ ഈ വെള്ളിത്തലത്തിൽ വെച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അത് പിണറായി വിജയൻ എന്നല്ല, ഏതൊരു മുഖ്യമന്ത്രി ആയാലും ഒരു വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ഏത് എയർലൈൻസ് ആണോ ആ വിമാന കമ്പനി ഏതാണോ ആ വിമാന കമ്പനി വന്ന് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എല്ലാ ബഹുമാനവും ആദരവും കാണിച്ചുകൊണ്ട് അവരുടെ സർവീസിലേക്ക്, അവരുടെ വിമാനത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ കടമയാണ്, അവരുടെ ധർമ്മമാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തു തന്നെയായാലും പിണറായി വിജയൻ കുറച്ചു നേരമെങ്കിലും വിമാനത്താവളത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.